ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. സങ്കീർത്തനം 46:10-11 വാക്യത്തിലൂടെ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണ് എന്ന് നീ അറിയുക. ഈ രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരുമ്പോൾ നിന്റെ നീറുന്ന പ്രശ്നങ്ങളെ, ഹൃദയത്തിൽ കുമിഞ്ഞുകൂടുന്ന ദുഃഖങ്ങളെ, ആരോടും പറയാൻ കഴിയാത്ത വ്യഥകളെ, ഇനി എന്തെന്നറിയാത്ത ജീവിത പ്രശ്നങ്ങളെ, മക്കളെക്കുറിച്ചുള്ള ആദി, കുടുംബത്തിൽ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ, ജോലിയിലുള്ള അരക്ഷിതാവസ്ഥ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ, ആരെയും അറിയിക്കാതെ കൊണ്ടു നടന്നിരുന്ന പ്രശ്നങ്ങൾ, ഇനി ഇത് താങ്ങാൻ വയ്യ, ആരോട് പറയണം എന്നറിയാൻ മേല, ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത, എന്നാൽ ആരോടും പറയാതിരിക്കാനും കഴിയാത്ത ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്കൊരു ശുഭപ്രതീക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തു. ഈശോ അരുളി ചെയ്യുന്നു, മകനെ, മകളെ, നീ ശാന്തമാകുക. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് ഇന്ന് ദുഃഖശനിയാഴ്ച കർത്താവായ യേശു സകല ജനതകൾക്കും സദ്വാർത്തയുമായി വരാൻ പോകുന്ന, സകല ജനതകളുടെയും സദ്വാർത്തയായ കർത്താവായ യേശു, നിന്റെ സഹനങ്ങളെ ഓരോന്നും നോക്കിക്കാണുന്ന കർത്താവായ യേശു ഈ രാത്രിയിൽ നിന്നെ വിളിക്കുന്നു. മകനെ, മകളെ, നീ അസ്വസ്ഥപ്പെടേണ്ട, നീ എൻ്റെ അടുക്കൽ വരിക, നീ ശാന്തമായിരിക്കുക. നിന്റെ നിശബ്ദതയിൽ ഞാൻ പ്രവർത്തിക്കും. നിശബ്ദമായ മേഖലകളിൽ കർത്താവ് പ്രവർത്തിക്കുന്ന രാത്രിയാണ് ഇന്ന് ഈ ദുഃഖശനിയാഴ്ച രാത്രി. അവിടുത്തെ പുനരുദ്ധാനത്തിനും അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾക്കൊരു പ്രകാശം ഉദയം ചെയ്യിക്കാൻ കർത്താവായ യേശു ഒരുങ്ങുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ നിന്നെ അലട്ടുന്ന വിഷമങ്ങളെ, പ്രയാസങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് ഉറച്ചു നീ വിശ്വസിക്കുക. സങ്കീർത്തനം പറയുന്നു, രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. ഈ രാത്രിയിൽ നീ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നീ ഇനിയും ആഗ്രഹിക്കുന്ന നിന്റെ ആഗ്രഹങ്ങളെ കർത്താവ് സഫലമാക്കുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് നിന്റെ ഹൃദയം തുറക്കുക. നിന്റെ ജീവിതത്തെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഈ നിശബ്ദമായ ദിവസം, ഈ നിശബ്ദമായ രാത്രിയിൽ കർത്താവായ ദൈവമേ, നീ ഞങ്ങളെ എത്ര സ്നേഹത്തോടെ നിന്റെ സന്നിധിയിലേക്ക് ആനയിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. നിന്റെ ഓരോ വിളിയെയും ഞങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടി, നിനക്ക് വേണ്ടി കാതോർത്തിരിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. നിശ്ചലതയുടെയും നിശബ്ദതയുടെയും പ്രത്യാശയുടെയും നാഥനായ ഈശോനാഥ, ഈ നിശബ്ദ ദിനം അവസാനിക്കുമ്പോൾ ലോകം ഇരുട്ടിൽ കാത്തിരുന്നത് ഞങ്ങൾക്ക് കാണാൻ നീ സാധിച്ചു തരണം. ഈ ലോകം നിന്നെ ക്രൂശിച്ചവർ ഇരുട്ടിന്റെ മറവിൽ കാത്തിരുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ ഓർക്കുന്നു. എന്നിട്ടും ശവകുടീരത്തിൽ പോലും ഈശോയെ, നീ പുനരുദ്ധാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. മരിച്ച വിശ്വാസികൾക്ക്, മരിച്ചുപോയ ആത്മാക്കൾക്ക് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഈശോയെ, അവരുടെ നിശബ്ദതയ്ക്ക് മുന്നിൽ, അവരുടെ അന്ധകാരത്തിൽ നീ ഒരു പ്രകാശമായി അവരിലേക്ക് ചെന്ന് അവരുടെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, അവരുടെ നിത്യമായ നരകത്തിന് അവസാനമിട്ട് നിത്യജീവനിലേക്ക് അവരെ പോലും പ്രവേശിച്ച കർത്താവേ, നിന്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കരുണാർദ്രമായ നിന്റെ രക്ഷാകര പ്രവർത്തനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ നിശബ്ദതയിൽ, ഞങ്ങളുടെ
തമസ്സുകളിൽ, ഹൃദയത്തിൻ്റെ അന്ധകാരത്തിൽ നീ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഞങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന, ജീവിത വെളിച്ചത്തിലേക്ക് നയിക്കുന്ന, ഞങ്ങളെ പുനരുത്ഥാനത്തിലേക്ക് നയിക്കുന്ന നിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കാണാൻ, അനുഭവിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ നിശബ്ദതയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, നിശബ്ദതയിലും നീ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ രാത്രി ഞങ്ങൾ വിശ്രമിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശയെ നീ പുതുക്കണമേ. ഒരു ഈസ്റ്ററിൻ്റെ സന്തോഷത്തിനു വേണ്ടി കാതോർത്ത് വരവേൽക്കുവാൻ, ഈസ്റ്ററിൻ്റെ സന്തോഷം രുചിച്ചറിയുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ശാന്തമായി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിശബ്ദമായി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവേ, നിന്നിൽ പരിഹാരമുണ്ട് എന്ന വിശ്വാസത്തിൽ പരാതി കൂടാതെ, കർത്താവെ നീ പ്രവർത്തിക്കുന്നിടം വരെ ഞാൻ കാത്തിരിക്കും എന്ന ഉറപ്പോടുകൂടി നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പാപത്തിനും മരണത്തിനും ശവക്കഴിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പാപത്തിനും മരണത്തിനും ശവക്കുഴിക്കും മേലുള്ള, സാത്താനും തിന്മയ്ക്കും മേലുള്ള നിന്റെ വിജയത്തിൽ ഞങ്ങൾ ഈ രാത്രിയിൽ സന്തോഷിക്കുന്നു. നിന്റെ പുനരുദ്ധാനത്തിൻ്റെ സന്തോഷമുണ്ട്. ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, നിന്റെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കുന്നതിന്, ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുന്നതിന്, ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ പിഴവുകളെയും പാപങ്ങളെയും അറിഞ്ഞും അറിയാതെയും നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ, പിഴവുകളെ, ഞങ്ങൾ സംസാരിച്ചു പോയ തിന്മകളെ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. അനുതാപത്തിൻ്റെ ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം നൽകി കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ, നിന്റെ പുതിയ പ്രകാശം നൽകുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ കൈപിടിച്ച് കരകയറുവാൻ ഞങ്ങൾക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും രാത്രിയായി ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. അത്ഭുതത്തിൻ്റെ നാഥ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ നിശബ്ദതയിൽ, ഞങ്ങളുടെ കാത്തിരിപ്പിൽ നീ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ കാത്തിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, പ്രത്യേകിച്ച് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ നീ പ്രകാശമായി വരണമേ. അവരുടെ ആഗ്രഹങ്ങൾക്ക് നിന്നിൽ പ്രത്യാശ കണ്ടെത്തുന്നതിനു വേണ്ടി കർത്താവേ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങളെ ഈ രാത്രിയിൽ പഠിപ്പിക്കണമേ. നീ പ്രവർത്തിക്കുന്നിടം വരെ ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, നിന്റെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാൻ പോകുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ നീ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ യാത്രകളിൽ, പോക്കിലും വരവിലും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ രക്ഷിക്കണമേ. സകല തിന്മയിൽ നിന്നും അന്ധകാര ശക്തിയിൽ നിന്നും ഈ രാത്രിയിൽ നിന്റെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും കാത്ത് പരിപാലിക്കണമേ, സംരക്ഷിക്കണമേ. യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും, ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന മക്കളെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ പുതിയ പ്രകാശം അനുഭവിക്കുവാൻ, നിന്റെ പുതിയ ജീവിതം ഞങ്ങൾക്ക് ലഭിക്കുവാൻ, നിന്റെ പുതിയ പ്രത്യാശ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഈ രാത്രിയിലത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിനെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി തിരിച്ചറിയുവാനായി ഞങ്ങളെ വീണ്ടും നാളത്തെ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുഖമായ നിദ്ര നൽകി
ഈ രാത്രിയിൽ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ സൗഖ്യം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന രോഗികളായ മക്കൾക്ക് നിന്റെ സൗഖ്യം തിരിച്ചറിഞ്ഞ് നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, ഇനിയുള്ള ജീവിതം നിനക്ക് വേണ്ടി കാഴ്ചയർപ്പിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ നിന്നിൽ നിന്നൊരു അത്ഭുതം പ്രതീക്ഷിച്ചിരിക്കുന്ന മകനെയും മകളെയും ആ അത്ഭുതം നീ കാണിച്ചു കൊടുക്കണമേ. നിന്റെ പരിശുദ്ധ സാന്നിധ്യം തന്നെ ഞങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് വക നൽകിയ കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ മാനിച്ചതിനെ ഓർത്ത്, ഈ രാത്രിയിലെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നീ സംരക്ഷിക്കുന്നതിനെ ഓർത്തും കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് കോടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.